വെൽക്കം ടു അവർ ചാനൽ സ്റ്റേലർ. ഇന്നലത്തെ ക്ലാസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാനൊരു 50 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൺസെപ്റ്റിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് പഠിക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഇല്ലാണ്ട് പഠിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ്. ദാറ്റ് ഈസ് പെർഫെക്റ്റ് ആൻസർ ഏതാണോ അത് വെച്ച് തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിക്കണം എന്നാണ്. പക്ഷേ എല്ലാവർക്കും ഒരേ കൺസെപ്റ്റ് ആയിരിക്കില്ലല്ലോ, എല്ലാവരും ഒരേ രീതിയായിരിക്കും ഫോളോ ചെയ്യണമെന്നില്ല. അത് കാരണം ഞാനിവിടെ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓപ്ഷൻസ് ഇല്ലാണ്ട് കുറച്ച് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലത്തെ ക്വസ്റ്റ്യൻസും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എയിം ഓഫ് ദ ഫസ്റ്റ് 5-year പ്ലാൻ. ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ എയിം എന്താണ്? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 12 5-year പ്ലാൻ ഉണ്ട്. അല്ല, ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ എയിം എന്ന് പറയുന്നത് ടു കറക്റ്റ് ദ ഡിസ്ഇക്വിലിബ്രിയം ഇൻ ദ എക്കണോമിയിലുള്ള ഡിസ്ഇക്വിലിബ്രിയം കറക്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ എയിം. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചെല്ലിയ കമ്മിറ്റി ഓഫ് 1992 ഡീൽസ് വിത്ത് ദ ഓവർ ഹൗളിംഗ് ഓഫ് അവർ ടാക്സ് സിസ്റ്റം. സോ 1992 വന്ന ചെല്ലിയ കമ്മിറ്റി ടാക്സ് സിസ്റ്റത്തിന് വേണ്ടിയാണ് അവർ ഡീൽ ചെയ്തത്. അതിൽ പറയണത് മെയിനായിട്ട് 3 പോയിൻറ്റ്സ് ആണ്. റീഫോമിങ് ദ പേഴ്സണൽ ടാക്സ് സിസ്റ്റം, റിഡക്ഷൻ ഇൻ ദ കോർപ്പറേറ്റ് ടാക്സ് ആൻഡ് റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇതാണ് ചെല്ലിയ കമ്മിറ്റി മെയിനായിട്ട് ഡീൽ ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, പോപ്പുലേഷൻ ഇക്കോളജി മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് നാച്ചുറൽ സെലക്ഷൻ മോഡൽ. ആൻഡ് ഫോർത്ത് വൺ, മാച്ചിങ് ദ റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഈസ് നോൺ ആസ് സ്ട്രാറ്റജിക് ഫിറ്റ്. ഒരു ഫേമിൻ്റെ ആക്ടിവിറ്റീസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്നതിന് നമ്മൾ സ്ട്രാറ്റജിക് ഫിറ്റ് എന്ന് പറയാറുണ്ട്. ആൻഡ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ട്രേഡ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് റിക്കാർഡോ. എന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അബ്സല്യൂട്ട് തിയറി ഓഫ് അഡ്വാൻറ്റേജ് വന്നിട്ട് ആഡം സ്മിത്തും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് തിയറി വന്ന് ഡേവിഡ് റിക്കാർഡോ ആണ്. ആൻഡ് ദ സിക്സ്ത് വൺ, the theory of comparative advantage assumes single factor of production. That is, comparative advantage തിയറിയിൽ മെയിനായിട്ട് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കുക. അത് ഏതാണെന്ന ഓപ്ഷൻ ബി, ലേബർ ആണ് നമ്മൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ ഡിസ്കസ് ചെയ്യണത്. ആൻഡ് സെവൻത്ത് ക്വസ്റ്റ്യൻ, കറണ്ട് അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് മെർക്കൻഡൈസ് എക്സ്പോർട്ട്, മെർക്കൻഡൈസ് ഇമ്പോർട്ട്സ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് അക്കൗണ്ടിൽ മെർക്കൻഡൈസ് ഇമ്പോർട്ട്സ് നോക്കും, മെർക്കൻഡൈസ് എക്സ്പോർട്ട്സും നമ്മൾ നോക്കും. സോ ആൻസർ ബോത്ത് എ ആൻഡ് ബി. ആൻഡ് ദ എയ്ത്ത് ക്വസ്റ്റ്യൻ, ഇഫ് ദ കൺട്രി ഹാസ് ഡെഫിസിറ്റ് ഇൻ ദ ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട്, ദ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി. നമ്മൾ ഇന്നലെ നോക്കി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലസ് കറണ്ട് അക്കൗണ്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിൽ അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടും ഡെഫിസിറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഡിസ്ഇക്വിലിബ്രിയമാണ് ഫേസ് ചെയ്യുക. ആൻഡ് ദ നയൻത്ത് ക്വസ്റ്റ്യൻ, അക്കോമഡേറ്റിംഗ് ഫ്ലോസ് എന്ന് പറയുന്നത് അൺപ്ലാൻഡും ഓട്ടോണമസ് ഫ്ലോസ് എന്ന് പറയുന്നത് പ്ലാൻഡ് ആണ്. ഓട്ടോണമസ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ എക്കണോമിക് ട്രാൻസാക്ഷൻ ദാറ്റ് അണ്ടർടേക്കൺ ടു ഏർണിംഗ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻ്റർനാഷണൽ എക്കണോമിക് ട്രാൻസാക്ഷൻ നടത്തുന്നതാണ് ഓട്ടോണമസ് ഫ്ലോ. അതിനെ എബോവ് ദ ലൈൻ ഐറ്റംസ് ഇൻ BOP എന്നും പറയാറുണ്ട്. ആൻഡ് അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻ ഓർ അക്കോമഡേറ്റിംഗ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഓട്ടോണമസ് ഫ്ലോസിൽ വരുന്ന ഡിസ്ഇക്വിലിബ്രിയം കറക്റ്റ് ചെയ്യുന്നതാണ് അക്കോമഡേറ്റിംഗ് ഫ്ലോസ്. അതിനെ ബിലോ ദ ലൈൻ ഐറ്റംസ് ഇൻ BOP എന്നും പറയാറുണ്ട്. സോ മനസ്സിലായില്ലേ? അപ്പോൾ അക്കോമഡേറ്റിംഗ് ഫ്ലോസ് എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ആണ്, ഓട്ടോണമസ് ഫ്ലോസ് എന്ന് പറയുന്നത് പ്ലാൻഡ് ആണ്. ആൻഡ് 10th ക്വസ്റ്റ്യൻ, ഇന്ത്യ ബിക്കെയിം ദ മെമ്പർ ഓഫ് വേൾഡ് ബാങ്ക് ഇൻ. വേൾഡ് ബാങ്കിൽ ഇന്ത്യ ഏത് ഇയറിലാണ് മെമ്പർഷിപ്പ് എടുത്തത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1946 ഇന്ത്യ വേൾഡ് ബാങ്കിൽ മെമ്പറായി ജോയിൻ ചെയ്തത്. ആൻഡ് ദ 11th question, Dangal proposal was discussed in A, IMF, B, World Trade Organization, C, SARS, D, NAFTA. ആൻസർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. ഡങ്കൽ പ്രപ്പോസൽ എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് നെഗോഷിയേഷൻസിനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രപ്പോസലാണ്. ആ പ്രപ്പോസലിന് ശേഷമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തന്നെ വന്നത്. ആൻഡ് ദെൻ
12th ക്വസ്റ്റ്യൻ ഡോളർ ക്രൈസിസ്. ഡോളർ ക്രൈസിസ് എന്ന് പറയുന്നത് ഡോളർ കറൻസിയിൽ വന്നൊരു ക്രൈസിസ് ആണ്. അതിൻ്റെ വാല്യൂ, $, വാല്യൂ കുറഞ്ഞതിനാണ് ഡോളർ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻ ഇൻ ദ ഇയർ ഓപ്ഷൻ എ 1980 ആണ് ആൻസർ. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയാണ്. ഇന്ത്യ MIGA കൺവെൻഷൻ സൈൻ ചെയ്യുമ്പോൾ 113th കൺട്രി ആയിരുന്നു അതിൽ ജോയിൻ ചെയ്യണത്. MIGA പറഞ്ഞു വെച്ച ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി വേൾഡ് ബാങ്കിൻ്റെ 5 ഇൻസ്റ്റിറ്റ്യൂഷനിൽ വൺ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനാണ് MIGA. സോ സൈൻ ചെയ്തത് 113th കൺട്രി ആയിട്ടാണ്. ആൻഡ് ഇൻ ദ ഡേറ്റ് ഓഫ് 13th April 1992. 14th ക്വസ്റ്റ്യൻ ഗ്ലോബലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ഈസ് ബീങ് പ്രൊമോട്ടഡ് ബൈ. ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഗ്ലോബലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് ആൻസർ IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. ആൻഡ് 15th ക്വസ്റ്റ്യൻ കോസസ് ഓഫ് ഇൻഎഡ്യൂക്കസി ഓഫ് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി. ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റീൻ്റെ ഇൻഎഡ്യൂക്കസി, പോരായ്മേൻ്റെ കാരണം ഓപ്ഷൻ എ സപ്ലൈ ഓഫ് ഗോൾഡ് ഈസ് ലിമിറ്റഡ്, ഓപ്ഷൻ ബി സപ്ലൈ ഓഫ് ഡോളർ ഈസ് ultimately linked with gold stock, option C both A and B, and option D none of this. ഇതിൽ ആൻസർ ബോത്ത് A and B ആണ്. ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റിൻ്റെ ഇൻഎഡ്യൂക്കസിക്ക് കാരണം ഗോൾഡിൻ്റെ ലിമിറ്റഡും ആൻഡ് ഡോളർ വന്ന് ഗോൾഡ് സ്റ്റോക്കിൽ ലിങ്ക് ചെയ്തതുമാണ്. 16th ക്വസ്റ്റ്യൻ ഗാട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് ആണ്. ഇതൊരു എന്ത് ഓർഗനൈസേഷനാണ്? നെഗോഷിയേറ്റിംഗ് ഓർഗനൈസേഷനാണോ, കമ്മിറ്റിംഗ് ഓർഗനൈസേഷനാണോ, കൺട്രോളിംഗ് ഓർഗനൈസേഷനാണ്? ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. ഗാട്ട് ഈസ് എ നെഗോഷിയേറ്റിംഗ്, കമ്മിറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓർഗനൈസേഷനാണ്. ആൻഡ് 17th ക്വസ്റ്റ്യൻ തിയറി ഓഫ് റെസിപ്രോക്കൽ ഡിമാൻഡ് ഈസ് പ്രൊപ്പോണ്ടഡ് ബൈ ജോൺ സ്റ്റുവർട്ട് മിൽ. തിയറി ഓഫ് റെസിപ്രോക്കൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു വെച്ചാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് 2 ട്രേഡിംഗ് കൺട്രീസ് ആണ് അതിൽ ഡീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 2 ട്രേഡിംഗ് കൺട്രീസിൻ്റെ സ്ട്രെങ്ത്, അവൻ്റെ ഡിമാൻഡിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് റെസിപ്രോക്കൽ ഡിമാൻഡ് തിയറിയിൽ പറയണത്. ആൻഡ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ, നമുക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, പീക്ക് പോയിട്ട് പിന്നെ അതങ്ങനെ മെച്യൂരിറ്റിയിലെത്തും. ആ ഒരു ലൈഫ് സൈക്കിൾ തിയറി, ട്രേഡിൽ അങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ തിയറി കൊണ്ടുവന്നത് റെയ്മണ്ട് വെർണനാണ്. ആൻഡ് 18th ക്വസ്റ്റ്യൻ ദ വോളിയം ഓഫ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് എ കൺട്രി ഈസ് ഡിറ്റർമൈൻഡ് ബൈ റിലേറ്റീവ് പ്രൈസ്. ഇത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഏത് അപ്രോച്ചിലാണ് ഇത് പറയണത്? ഓപ്ഷൻ എ ട്രഡീഷണൽ അപ്രോച്ച്, ഓപ്ഷൻ ബി മോഡേൺ അപ്രോച്ച്, ഓപ്ഷൻ സി ക്ലാസിക്കൽ അപ്രോച്ച്, ഓപ്ഷൻ ഡി പോസ്റ്റ് മോഡേൺ അപ്രോച്ച്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ട്രഡീഷണൽ അപ്രോച്ചാണ്. ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലാണ് പറയണത് ഒരു കൺട്രീൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടിൻ്റെയും പ്രൈസ് റിലേറ്റീവ് ബേസിസിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ 19th ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇയർ വൈസ് മാച്ച് ചെയ്യണം. നമ്മൾ ഇന്നലെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഓർഗനൈസേഷനും ഫോം ചെയ്ത ഇയറിനെ കുറിച്ച്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓൺ 1st January 1995, നാഫ്ത 1st January 1994, ഏഷ്യൻ 8th August 1967 ആൻഡ് IMF 27th December 1945. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ ഐ മാച്ച് ദ ഫോളോയിങ്. 5-year പ്ലാനിൻ്റെ ഇയേഴ്സ് മാച്ച് ചെയ്യണം. സോ ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ ഇയർ ഏതാണ്? 1951 to 56. ഒന്ന് കിട്ടി വെച്ചാൽ തന്നെ നമുക്കത് ഓപ്ഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് 4th 5-year പ്ലാനിൻ്റെ 1967 to 74. 8th 5-year പ്ലാനിൻ്റെ 1992 to 97. 10th 5-year പ്ലാനിൻ്റെ 2002 to 7. Question number 21. എക്കണോമിക് പോളിസി കൺസിസ്റ്റ് ഓഫ്. എക്കണോമിക് പോളിസി നമ്മൾ ഇന്നലെ പഠിച്ചു. എക്കണോമിക് പോളിസിയിൽ ഏതൊക്കെയാണ്? മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസിക്കൽ പോളിസി ഉണ്ട്, ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. 22.
വിച്ച് ഓഫ് ദ പോളിസി ഈസ് മെയിൻലി കൺട്രോൾഡ് ബൈ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്യണത് ഏത് പോളിസിയാണ്? മോണിറ്ററി പോളിസി ഏതിനാണ് കൺട്രോൾ ചെയ്യണത്? സെൻട്രൽ ബാങ്ക്. സോ ഫിസിക്കൽ പോളിസിനെ കൺട്രോൾ ചെയ്യണത് ഗവൺമെൻറ് ആണ്. ഇൻഡസ്ട്രിയൽ പോളിസിനെ കൺട്രോൾ ചെയ്യണത് ഗവൺമെൻറ് ആണ്. സോ ദ ആൻസർ ഈസ് 22ൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ എ, മോണിറ്ററി പോളിസി. ക്വസ്റ്റ്യൻ നമ്പർ 23, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എപ്പോഴായിരുന്നു വന്നത്? 1987 ആണോ, 1988 ആണോ, 1989 ആണോ, നൺ ഓഫ് ദിസ് ആണോ? ആൻസർ നൺ ഓഫ് ദിസ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നാണ് അറിയപ്പെടുക. ആൻഡ് 24th ക്വസ്റ്റ്യൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻക്ലൂഡ്സ്, നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു 2018 ലോക്സഭയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ബില്ല് പാസ്സായി. അതിൽ 6 കൺസ്യൂമർ റൈറ്റ്സിന് സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കിട്ടി. ആ 6 റൈറ്റ്സ് ഏതൊക്കെയാണ്? റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ഹിയർ, റൈറ്റ് ടു സീക്ക് റിട്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ബി ഇൻഫോംഡ്. സോ ദ ആൻസർ ഈസ് ഡി, 1, 2, 3, 4, 5, 6, all of the above. 25th question, FEMA, Foreign Exchange Management Act replaced option A GATT, option B IMF, option C FERA, option D IDA. The answer is FERA. Foreign Exchange Regulation Actനെ റീപ്ലേസ് ചെയ്താണ് Foreign Exchange Management Act FEMA വന്നത്. And the next question, 26th question, which of these includes in the external micro environment? External micro environment എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ കൺട്രോളബിൾ ഫാക്ടേഴ്സ് ആയിരിക്കും. എക്സ്റ്റേണലിലുള്ള കൺട്രോളബിൾ ഫാക്ടേഴ്സാണ്. അതിൽ വരുന്നത് കസ്റ്റമേഴ്സ് ആണോ, ടെക്നോളജി ആണോ, ലീഗൽ ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ദ ആൻസർ ഈസ് എ, കസ്റ്റമേഴ്സ് ആണ്. ടെക്നോളജിയും ലീഗലും നമുക്ക് ഏതിലാണ് വരാം? മാക്രോ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലാണ് വരുന്നത്. ആൻഡ് 27th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ടാരിഫ് ബാരിയേഴ്സ്? ടാരിഫ് ബാരിയേഴ്സ് എന്താണെന്ന് പഠിച്ചു. എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൽ വരുന്ന ടാക്സ് ആണ് ടാരിഫ് ബാരിയേഴ്സ്. അപ്പോൾ ടാരിഫ് ബാരിയേഴ്സ് അല്ലാത്തതെല്ലാം നോൺ ടാരിഫ് ബാരിയേഴ്സ് ആണ്. ഇതിൽ ടാരിഫ് ബാരിയേഴ്സ് ഇല്ലാത്തത് പ്രൊഡക്റ്റ് ലേബലിംഗ് ആണ്. സ്പെസിഫിക് ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി, റവന്യൂ ടാരിഫാണ് ടാരിഫ് ബാരിയേഴ്സ്. പ്രൊഡക്റ്റ് ലേബലിംഗ് എന്ന് പറയുന്നത് നോൺ ടാരിഫ് ബാരിയേഴ്സ് ആണ്. 28th, ഗ്ലോബലൈസേഷൻ ഈസ് ബെനിഫിഷ്യൽ ഫോർ ഫേംസ് ബിക്കോസ്, എന്ത് കാരണമാണ് ഗ്ലോബലൈസേഷൻ ഫേംസിന് ഹെൽപ്ഫുൾ ആയത്? ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഓപ്പൺസ് അപ്പ് ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ബി, ഇറ്റ് പ്രൊട്ടക്ട്സ് ദം എഗെയിൻസ്റ്റ് ഫോറിൻ കോമ്പറ്റീഷൻ. സി, ഇറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ എഫക്റ്റ് ഓഫ് ഇവൻറ്റ്സ് ഇൻ ദ കൺട്രീസ്. ഡി, it increases the risk and uncertainty of operating in the globalizing world economy. Option A ആണ് കറക്റ്റ്. ഇറ്റ് ഓപ്പൺസ് അപ്പ് ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയിൽ നിന്ന് ഇന്നൊരു കൺട്രിക്ക് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഗ്ലോബലൈസേഷൻ ഒരു ഫേമിന് ഹെൽപ്ഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. ആൻഡ് 29th, ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എല്ലാ പോർഷൻസിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. പേപ്പർ 1-ലുണ്ടാകും, പേപ്പർ 2-ലുണ്ടാകും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ചും കൂടി ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ എന്താ അസേർഷൻ എന്താ പറയണമെന്ന് വെച്ചാൽ, മെഗാ പ്രൈവറ്റൈസേഷൻ ഈസ് ഓൾസോ കോൾഡ് എസ് റോൾ ബാക്ക് ഓഫ് സ്റ്റേറ്റ് പവർ. റീസണിങ് പറയണത് റെഡ്യൂസസ് പവർ ഫ്രം ദ സ്റ്റേറ്റ് ഇൻ ഓൾ ഇറ്റ്സ് ഡയമെൻഷൻ. മെഗാ പ്രൈവറ്റൈസേഷനെ റോൾ ബാക്ക് ഓഫ് സ്റ്റേറ്റ് പവർ എന്നാണ് വിളിക്കുക. മെഗാ പ്രൈവറ്റൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാ ഡയമെൻഷനിലുള്ള പവേഴ്സിനെ കുറയ്ക്കുന്നതാണ് മെഗാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ആൻഡ് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് നമുക്ക് റീസണിങ്ങിൽ തന്നിരിക്കുന്നത്. സോ the answer is both A and R are true and R is the correct explanation of A. 30th question, physiocrats were opposed to. എന്തിനാണ് ഫിസിയോക്രാറ്റ്സ് ഒപ്പോസ് ചെയ്യുന്നത്? ഫിസിയോക്രാറ്റ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ദ ഫൗണ്ടേഴ്സ് ഓഫ് എക്കണോമിക് സയൻസ് ആണ്. അവർ ഒപ്പോസ് ചെയ്തത് മെർക്കൻറ്റലിസം തിയറീനാണ് ഒപ്പോസ് ചെയ്തത്. കാരണം
മെർക്കൻറ്റൈലൈസ് തിയറിയും എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോണ്ടഡ് ബൈ ആഡം സ്മിത്ത്. റെസ്ട്രിക്റ്റിംഗ് ഇമ്പോർട്ട്സ് ആൻഡ് എൻകറേജിങ് എക്സ്പോർട്ടാണ് മെർക്കൻറ്റലിസം തിയറിയിൽ പറയണത്. ആൻഡ് 31, the balance of payment of a country on current account is equal to balance of payment of a country on current account ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇന്നലെ പഠിച്ചു ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് പ്ലസ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ബാലൻസ് ഓഫ് ട്രേഡ് പ്ലസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഫ്ലോസ്. 32nd question. A debit balance of payment occurs due to ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡെബിറ്റ് ബാലൻസ് വരാൻ കാരണം എന്താണ്? ലോ ഇമ്പോർട്ട്സ് ആൻഡ് ഹൈ എക്സ്പോർട്ട്സ് ആണോ, ഹൈ ഇമ്പോർട്ട്സ് ആൻഡ് ലോ എക്സ്പോർട്ട്സ് ആണോ? കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ ബോത്ത് 1 and 2, ഓപ്ഷൻ ബി നെയ്തർ 1 nor 2, ഓപ്ഷൻ സി ഓൺലി 1, ഓപ്ഷൻ ഡി ഓൺലി 2. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 1 ആണ് കറക്റ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡെബിറ്റ് ബാലൻസ് വരാൻ കാരണം ലോ ഇമ്പോർട്ട്സും ഹൈ എക്സ്പോർട്ടായ കാരണമാണ്. 33rd question ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ജോയിൻറ്റ് വെഞ്ചർ, ഫോറിൻ ട്രേഡ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഈ സൈഡിൽ റെഡ്യൂസസ് ട്രേഡ് ഫ്ലക്ച്വേഷൻസ്, അച്ചീവ് ഗുഡ് പബ്ലിക് റിലേഷൻ, സൊല്യൂഷൻസ് ടു BOP പ്രോബ്ലംസ്, സോഴ്സ് ഓഫ് എക്കണോമിക് ബെനിഫിറ്റ്. സോ ജോയിൻറ്റ് വെഞ്ചർ പറഞ്ഞു വെച്ചാൽ എന്താണ്? നമുക്ക് പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ജോയിൻറ്റ് വെഞ്ചർ. സോ എൻ്റെ ആൻസർ 2 ആണ്. ദെൻ ഫോറിൻ ട്രേഡ് എന്തിനാണ്? റെഡ്യൂസസ് ട്രേഡ് ഫ്ലക്ച്വേഷൻസ്. തേർഡ് വൺ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്തിനാണെന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് എക്കണോമിക് ബെനിഫിറ്റ് ആണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ടുവരും. ആൻഡ് സി ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എക്കണോമിക് ബെനിഫിറ്റ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടും. ഡി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ജോയിൻറ്റ് വെഞ്ചർ, അച്ചീവ് ഗുഡ് പബ്ലിക് റിലേഷൻഷിപ്പ്, ഫോറിൻ ട്രേഡ്, റെഡ്യൂസ് ട്രേഡ് ഫ്ലക്ച്വേഷൻസ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, source of economic benefit, flexible exchange rate, solutions to BOP problem. Next question. The theory of dash encourages foreign trade. ഫോറിൻ ട്രേഡിനെ എൻകറേജ് ചെയ്യുന്ന തിയറി ഏതാണ്? കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറി ആണ് ഫോറിൻ ട്രേഡിനെ എൻകറേജ് ചെയ്യാം. 35th question. Items in the negative list of import and export are called A. prohibited goods, B. restricted goods, C. exclusive goods, D. none of this. Imports and exportsനെ നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്ന ഗുഡ്സിനെ നമ്മൾ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറയും. സോ ദ ആൻസർ ഈസ് എ പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. 36. ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഫോറിൻ കറൻസി ഇൻ ഇന്ത്യ ആർ ഗവേൺഡ് ബൈ RBI. RBI ആണ് ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ചും ഫോറിൻ കറൻസിനെ ഗവേൺ ചെയ്യുന്നത്. ആൻഡ് 13th question. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ റിസർവ് കറൻസി? റിസർവ് കറൻസി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ US ഡോളേഴ്സ്, ഓപ്ഷൻ ബി യൂറോ, ഓപ്ഷൻ സി ബോത്ത് A and B, ഓപ്ഷൻ ഡി നെയ്തർ A nor B. ആൻസർ എന്ന് പറയുന്നത് ബോത്ത് A and B ആണ്. റിസർവ് കറൻസി എന്ന് പറയുന്നത് ഹൈലി വാല്യൂ ട്രേഡിൽ നമ്മൾ ഹൈലി വാല്യൂ കൺസേൺ ചെയ്യുന്ന കറൻസിയാണ് റിസർവ് കറൻസി. അത് US ഡോളേഴ്സും യൂറോ ആണ്. 38th question. The SDRs are allocated by SDRs എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എവിടെയാണ് അലോക്കേറ്റ് എന്നത് വെച്ചാൽ ആൻസർ IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഈ SDRസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സഫേഴ്സ് ഫ്രം സീരിയസ് ഷോർട്ടേജ് ഓഫ് ഇൻവെസ്റ്റബിൾ റിസോഴ്സ്. Reason: ADB is not in a position to meet the loan requirements of the member countries completely. ADB എന്ന് പറയുന്നത് അസേർഷനിൽ പറയുന്നത് ADB ഇൻവെസ്റ്റബിൾ റിസോഴ്സിൻ്റെ ഷോർട്ടേജ് ഫേസ് ചെയ്യണമെന്നാണ്. റീസണിങ്ങിൽ പറയണത് ADB ആൻഡ് മെമ്പർ കൺട്രീസിൻ്റെ ലോൺസ് റിക്വയർമെൻറ്റ്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട്
അത് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നാണ്. ഈ രണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, പക്ഷേ അസേർഷൻ്റെ എക്സ്പ്ലനേഷൻ അല്ല റീസണിങ്ങിൽ തന്നിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ ബട്ട് ആർ നോട്ട് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Question number 40. Which of the following pairs is or are correctly matched? കറക്റ്റായിട്ട് മാച്ച് ചെയ്ത പെയേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ റിക്കവറി ഓഫ് ട്രേഡ് ആൻഡ് റീജിയണൽ ഇൻറ്റഗ്രേഷൻ, IDA. B, it is open to all members of the World Bank, ADB. C, it reduces the disparity between cost and revenue, FDI. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണത് ഓപ്ഷൻ എ ആണ്. IDA, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ ആണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റിക്കവറി ഓഫ് ട്രേഡ് ആൻഡ് റീജിയണൽ ഇൻറ്റഗ്രേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് came into force on July 1944. ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്ന് അറിയപ്പെടുന്നത് വേൾഡ് ബാങ്ക് ആൻഡ് IMF ആണ്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കഷൻ ചെയ്തതായിരുന്നു. ആൻഡ് 42, എക്സ്പാൻഷൻ നമുക്ക് വരാറുണ്ട്. ഇയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ എക്സ്പാൻഷനും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടാറുണ്ട്. ഗാട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ജനറൽ അഗ്രിമെൻ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്സ്. സെക്കൻഡ് വൺ, GATS, ജനറൽ അഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്. ആൻഡ് ട്രിപ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ദ അഗ്രിമെൻ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് intellectual property rights. Then TRIMS, the agreement on trade related investment measures. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഇന്നലെ തിയറി ക്ലാസ്സിൽ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 43, ടൂൾസ് ഓഫ് ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസിൻ്റെ ടൂൾസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്കണോമിക് പോളിസീസിലുള്ളതാണ് ഫിസിക്കൽ പോളിസി. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഗവൺമെൻറ്. അതിൻ്റെ ടൂൾസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഡെഫിസിറ്റ് ഫിനാൻസിങ്, ടാക്സേഷൻ, public expenditure. So all of these are an answer. Question number 44. Dash act as a permanent watchdog in international trade. International trade inde permanent watchdog പറയാൻ കാരണം ആ ഓർഗനൈസേഷൻ ആണ് ഇൻ്റർനാഷണൽ ട്രേഡിൽ എല്ലാമേ കൺട്രോൾ ചെയ്യണത്. സോ പെർമനൻറ്റ് വാച്ച്ഡോഗ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് നോൺ ആസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 45th ക്വസ്റ്റ്യൻ IFCനെ കുറിച്ചാണ്. IFC, ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓഫ് 20th July 1956. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ വാഷിങ്ടൺ DC. 46th ക്വസ്റ്റ്യൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ വൺ ഓർഗനൈസേഷൻ ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ ഓർഗനൈസേഷൻ. ഹോം കൺട്രിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ഫോറിൻ കൺട്രിയിലുള്ള ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ FDI എന്ന് പറയും. സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇതിലെ ആൻസർ ഓപ്ഷൻ ബി, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 47. ഡാഷ് ഈസ് ദ ഫോം ഓഫ് FDI where a parent company starts a new venture in a foreign country. ഹോം കൺട്രിയിലുള്ളൊരു ഓർഗനൈസേഷൻ ഫോറിൻ കൺട്രിയിൽ ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ഫോം ഓഫ് FDI ആണ്? ആൻസർ എ, ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. 48. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡിമാൻഡ് ഫാക്ടേഴ്സ്, supply factors, political factors, all of this. The answer is all of them. Question number 49. If FDI abroad is to manufacture products not manufactured by the parent company at home is called option A, conglomerate FDI, option B, horizontal FDI, option C, vertical FDI, option D, none of this. The answer is option A, conglomerate FDI. ഒരു പാരൻറ്റ് കമ്പനി ഫോറിനിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ബിസിനസ്സിന് റിലേറ്റഡേ അല്ലാത്തൊരു പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അത് കോൺഗ്ലോമറേറ്റ് FDI എന്ന് അറിയപ്പെടും. ഹൊറിസോണ്ടൽ FDI എന്ന് പറയുമ്പോൾ
സെയിം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണത്. വെർട്ടിക്കൽ FDI എന്ന് പറയുമ്പോൾ ഇവർക്ക് സപ്ലൈസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഇവരുടെ മേലെയുള്ള ഒരു ഓർഗനൈസേഷനോ ഇവരുടെ താഴെയുള്ള ഒരു ഓർഗനൈസേഷനിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വെർട്ടിക്കൽ FDI എന്ന് അറിയപ്പെടും. ആൻഡ് ദ ലാസ്റ്റ് question number 15. Free trade means unrestricted purchase and sale of goods and services between countries without the imposition of constraints such as tariffs, quota and other restrictions. കോട്ട, ടാരിഫ് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് ഒരു കൺട്രിയിൽ നിന്ന് ഇന്നൊരു കൺട്രിക്ക് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് നടത്തുന്നതാണ്. വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ് ആണ് ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ മോസ്റ്റ്ലി 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എക്സാംസിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. ഇത് കൂടാതെ നിങ്ങളും ബുക്സ് നോക്കി പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ തിയറി പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.